പിന്നെ വേറൊരു ചേച്ചി കൂടെ. പുള്ളിക്കാരത്തിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരത്തിൽ ഫ്രീ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് പുള്ളിക്കാരത്തിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും നേരം നമുക്കൊരു വെയിറ്റിംഗ് റോൾ ആയിരുന്നു, കാരണം നമ്മള് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി കുറെ നേരം എടുക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഗൈസ്, ഭയങ്കര ടേക്ക് അവർ ഇന്റർവ്യൂ ഒക്കെ എടുക്കണം. അല്ല, ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ പുറകിൽ വരാനുണ്ടെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത് തന്നെ പറയാം, ഞാൻ വാസ്കോന്ന് വിളിക്കുന്ന ഗുഡ് മോർണിംഗ് പറയണേ മൂന്നാലോണോ പറഞ്ഞു. എന്താ ഇനി കനത്തി വരാൻ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ഗൈസ്. കൊമ്പാച്ചനൊക്കെ 2 ദിവസമായല്ലേ മിണ്ടിയിട്ട്. അപ്പൊ എന്തായാലും രാവിലെ ഇപ്പൊ ഏകദേശം ഒരു 10-11 മണിയായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ രാവിലെ നമ്മളെന്താ ഇവിടെ വട്ടം കൂടി നല്ലൊരു ക്ലൈമറ്റ് ആണ്, വെയിലില്ലാത്തൊരു ക്ലൈമറ്റ്. ആഫ്റ്റർ ലോങ് ടൈം വി ആർ going to boost kada and having some boost chaya, some kadis and payment sent company. ഞാൻ ഫോൺ പോലും എടുത്തല്ലോ. Okay, I will sponsor you. അപ്ഡേറ്റ് ചെയ്യാൻ I sponsor bro. എന്താ ഇതാ പണ്ടൊരു ബായുടെ ലുക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ കയറ്റി പിടിച്ചോണ്ട് അതൊക്കെ പണ്ട്. അതെ ഞാനല്ലേ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം, പാസ്റ്റിനെ കുറിച്ച് പറയല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ വാസ്കോ? അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. ചെറു ചായ കുടിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണുമല്ലേ? വൈകുന്നേരം ഇങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടുപോകും ബാബേ, ഞാൻ കൊണ്ടുപോകും. എന്റെ ഇച്ഛ ഞാൻ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ പിപി. അപ്പൊ ഇനി എന്തായാലും ചായക്കടയിലേക്ക് പോവാം. ഒന്നുമില്ല, കടി കഴിച്ച കൊമ്പാച്ചനും ഏക്കയും കൂടി പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ചെറുകടികളൊക്കെ എടുത്ത് ബൂസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അവിടെ ഉണ്ട്. അതേവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാം അല്ലേ വാസ്കോ? അടിച്ച് ഞാൻ തിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എന്തിനാ ഇത് വായിലേക്ക് തന്നെന്നറിയാവോ? വേറെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അത് ഇത് നിന്നോണ്ട് അവര് വരുന്നവർ ഇവിടെ വെറുതെ ഇരിക്കണം. ഇത് കഴിയുമ്പം നിനക്ക് ഞാൻ കുറച്ച് മണ്ണ് വാരി പൊത്തി വായിലേക്ക് തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കടി കഴിഞ്ഞു. ചായ ഒന്നും ചായ അല്ല, ബൂസ്റ്റ്. മഴ ഹോർലിക്സ് ജോസേട്ടൻ, ജോസേട്ടന്റെ പാട്ട്. ഞാൻ ചുമ്മാ എന്റെ പേര് പറഞ്ഞത് കുടിച്ചോണ്ടിരിക്കുക. ഗൈസ്, അങ്ങനെ അതെ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങള് ബൂസ്റ്റ് ആണല്ലേ? നിനക്കാണോ ഇങ്ങോട്ട്? ഇത് എന്ത് ഗുണാക്കിയതാണോ വൈറ്റില്? എന്താ ഈ നടക്കണേ? ഇവൻ വന്നിട്ട് ഒരു ചിക്കൻ പത്തി, അത് വേറൊന്നും പറയാതിരിക്കാൻ വേണ്ടി തിന്നു. ഒരു 10 രൂപ ഉള്ളായിരുന്നു, അത് അവൻ കേറ്റി. ആ അതെ, 10 രൂപയുടെ ഒരു ഉള്ളി, അത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതോ പറഞ്ഞോ? അയ്യോ, ഒരു ഞാനുണ്ട് 100 rupees ഞാൻ സ്പോൺസർ ചെയ്യും. പറയണ്ടായിരുന്നല്ലേ? നീയല്ലേ പറഞ്ഞത്? എന്ത് കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം പോവാ. നിങ്ങള് എത്തിയേക്കുവാ അടിച്ച് കറക്കം. ഞാൻ ഉള്ളിവട, നിനക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടല്ലേ? അതെ അതെ, അത് സത്യം പറഞ്ഞ ഈ ന്യൂജൻ വരെ പോലെ നടക്കുമെന്നുള്ള ഒരു അമ്മാവും വൈബാണ്. എത്ര ദിവസം ഞാൻ ചോദിച്ചു, അപ്പൊ പുള്ളി ഇന്നത്തെ പറഞ്ഞോണ്ട് ഞാൻ എടുത്തല്ലേ. ആണല്ലേ? ഞാൻ വന്ന് കേറിയപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരാള് പുള്ളിയെ നോക്കിട്ട് ഗൈസ്. അപ്പം തിരിച്ച് നമ്മൾ ബൂട്ട് ക്യാമ്പിലേക്ക് എത്തി. ഇതിപ്പോ ഇതെല്ലാം കൃത്യനിഷ്ഠ ആയിരിക്കണം മാസ്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. താമണ ഒറ്റയ്ക്ക് നോക്കോ?
ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർക്കാണ്ട് എല്ലാരും അവരവരുടെ പണി പോയി ചെയ്. ആ കേട്ടല്ലേ? ആ ഓക്കെ. അപ്പൊ ചെല്ല്. ആ അപ്പൊ ഞാൻ എന്റെ പണി എടുത്തിട്ട് നമുക്ക് കാണാം. ഗൈസ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാരും മൂകതയിലാണ്. അതെ ഗൈസ്, നമ്മുടെ ചെറുക്കന്റെ കള്ളം കയറി ഗൈസ്, ബൂട്ട് ക്യാമ്പിൽ കള്ളം കയറി. എനിക്ക് അതേ പറയാനുള്ളൂ. 4000 രൂപ ഗൈസ് അത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവന്റെ മാത്രം എടുത്തോണ്ട് പോയുള്ളൂ കേട്ടാ. ഞാൻ പറയാം, ഇവൻ ഷൂരാലും എന്തുരാലും അതുകൊണ്ട് അല്ലേ അവിടെ കിടന്ന് ഒന്നും എടുത്തില്ല. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്തോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ സൈഡിൽ കൂടെ ഉണ്ടല്ലോ ഒരു തല അങ്ങോട്ട് നടന്നു പോണ്. അപ്പൊ ഞാൻ ആരെ നോക്കിയപ്പോഴത്തേക്കും ഒരു ചേച്ചി ഇതിന്റെ അകത്തോടെ അങ്ങോട്ട് നടന്നു. ഗൈസ് ഇതിന്റെ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യാം. അതെനിക്ക് ഞാൻ നോക്കിയപ്പോ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നേരെ പുറത്തിറങ്ങി വന്നപ്പോ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു. ഒരു കൊച്ചറിയലുണ്ട്, ഒരു ചേച്ചി, പിന്നെ വേറൊരു ചേച്ചി കൂടെ. അവരോട് ഒന്ന് കൊടയും ചൂടി മഴയത്താണ്. എന്നോട് ചോദിച്ചു കുറച്ച് വെള്ളം തരുന്നില്ലേ? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വിഷ്വൽ പറഞ്ഞു ആ കൊട കൂടി നിന്നിട്ട് എന്നോട് ചോദിച്ചു കുറച്ച് വെള്ളം തരുന്നത്. പാവല്ലേ ഇതല്ലേ വിചാരിച്ചു നമ്മൾ ചെറുക്കന്റെ ഷൂ എടുത്ത് കൊടുത്ത്. ഞാനപ്പോ ആണെങ്കില് നേരെ നോക്കിട്ട് ഒരു പെപ്സി കുപ്പി ഉണ്ടായിരുന്നു. കുപ്പി മാത്രം മഴയത്ത് പിടിച്ചു അപ്പൊ ഞാനാണെങ്കിൽ അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്ത്. അപ്പൊ അവര് സത്യം പറഞ്ഞ ഇതില് കൊളാബറേഷനിൽ മെർജ് ആയിട്ടുള്ളത് കൊമ്പാച്ചിന് ആ പുള്ളിക്കാരത്തി ഇറങ്ങിയപ്പോ പുള്ളിക്കാരത്തിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരിയായിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് പുള്ളിക്കാരത്തിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ വെച്ചേന്ന് വെച്ചാൽ ഒരു മറ്റേ ആഴ പോലത്തെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടോ ഇല്ലൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ മറ്റേ പുള്ളിക്കാരിയിലൊന്നും ഇവിടെയാണ് ചെരുപ്പിട്ടത്. ചെറുക്കനെ നമ്മള് ചിരിച്ചില്ല ഒരാള്. ഇപ്പൊ എന്താ ഇനി നിന്റെ ഒരു സിനിമാറ്റിക് കുറച്ച് ഷോർട്സ് എടുക്കണം സാഡായിട്ട് നിൽക്കുന്നത്. ശരിക്കും സാറേ വേറൊന്നല്ല ഇക്കടന്ന് വഴക്ക് കിട്ടും. ഒരു മാസമാവുള്ളൂ. ഏപ്രിൽ എത്രാം തീയതി? 17-ാം തീയതി. അല്ല 17, 19. അയ്യോ ഇപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് 2 വണ്ടി ആൾക്കാരായിട്ട് ഇറങ്ങാൻ പോവാ. നമുക്കിപ്പൊ പോയി കണ്ടുപിടിക്കാം. ഇവിടുന്ന് 2 വണ്ടി വെച്ചിട്ട് 2 പേര് തിരിക്കും. എന്താ അപ്പൊ എന്തായാലും നമുക്കിവിടെ ഒന്ന് തിരക്കാം. കൊമ്പാച്ചന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബുദ്ധി വെച്ച് കൊമ്പാച്ചൻ ഒരു മണ്ടനാ. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ കൂടുതൽ തപ്പി നോക്കാം. അതിന് മുമ്പ് അവന്റെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കണം. മോർണിംഗ് വന്നേ. ഈ വീഡിയോയിൽ നമ്മള് ക്രോക്സ് മേടിക്കാനുള്ള ഫണ്ട് നമ്മൾ സ്വരൂപിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വാസ്കോയ്ക്ക് ഒരു ക്രോക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. വാസ്കോയ്ക്ക് ഒരു പുതിയ ക്രോക്സ് സിനിമാറ്റിക് ഷോട്ട്സ് ദയനീയമായിട്ടുള്ളത് ഇതിലിപ്പോ കാണിക്കും. വാസ്കോ ചെരുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥയിലാ ചെരുപ്പ് നോക്കിങ്ങനെ നിൽക്കുന്നത്. ചെരുപ്പില്ലാത്ത കാല് നോക്കി നീ ഇതിൽ തന്നെ വന്നില്ലേ? നീ ഇതിലെന്തോ കുറ്റം പറഞ്ഞേ? എന്റെ ക്രൂയിഷിപ്പ് കണ്ടോടാ എന്നല്ലടാ നീ അവിടെ നിന്ന് കുറ്റം പറഞ്ഞു. വാസ്കോ ചിപ്പൂടി കളിക്കുന്ന ഒരു കാലത്തിന്റെ മുകളിൽ കളിക്കില്ലേ? ഇവന്റെ മുഖത്തുള്ള വിഷമം നിങ്ങൾ വിചാരിക്കും ആക്ടിങ് ആണെന്ന്. പക്ഷെ അതല്ല, ശരിക്കും വിഷമം. കാരണം 1.5 മാസമായിട്ടുള്ള 4000 രൂപ ശരിക്കും വിഷമായിട്ട്. അയ്യോ അപ്പൊ നിങ്ങളെല്ലാരും ദാനസഹായം ചെയ്ത് നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി. ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ വാസ്കോയ്ക്ക് മെയിൻ ക്യാമറ തുടങ്ങിയാലോ. അപ്പൊ മെയിൻ ആയിട്ട് തന്നെ നിങ്ങള് ഇൻസ്റ്റ ഫോളോ ചെയ്യാ. അപ്പൊ എന്തായാലും പിന്നെ ദുരിതാശ്വാസ ഗ്രൂപ്പ് അല്ലേ? ചേച്ചി എന്തെങ്കിലും കണ്ടോ?
ഒന്നുമില്ല, ചെരുപ്പ് നാടോടിക്കാർ എടുത്തുണ്ടായി കാണാൻ പറഞ്ഞു. ആണല്ലേ? വാസ്കോ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഷോർട്സ് എടുക്കണം, കുറച്ച് സിനിമാറ്റിക് ഷോർട്സ്. നീ മറ്റേ കല്ലിന് ഇങ്ങനെ ഉള്ളിൽ അല്ല, അതായത് ചെരുപ്പില്ലാത്തൊരു യുവാവിന്റെ ദുഃഖങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പൊ നമ്മള് വൈകിട്ടായപ്പം ഞാൻ പറഞ്ഞ പോലെ എന്താ എല്ലാരും വേണ്ടെന്ന് വെച്ചാ കേട്ടോ കേട്ടോ വാസ്കോ എന്താന്ന് വെച്ചാൽ നോർമൽ സിംഗർ ആണല്ലേ? എന്താന്ന് വെച്ചാ ചേട്ടാ കൊടുത്ത് അണ്ണാക്കിലേക്ക് കേട്ട് കേറട്ടല്ലാണ്. എന്താന്ന് വെച്ചാൽ അവന് തിന്നാൻ പറയാൻ പറയാം, തിന്നോ. എന്തെങ്കിലും നമ്മൾ പറയും, നീ അത് തിന്നാൻ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും ഈ കൂട്ടത്തിലുള്ളതാണ്, അവന് ഈ കൂട്ടത്തിലുള്ളതാണ്. അല്ല ഇതറിയോ, കൂടെ നിന്ന് പറഞ്ഞ ഒരു ഇത് വെച്ച് നോക്കാൻ നേരത്തെ ഇയാളെ ഭയങ്കര മെയിനാന്ന് വിചാരിക്കും. സത്യം പറയാലോ, ഇത് കണ്ടോ, ആ അല്ല മാത്രമേ ഉള്ളു മെയിൻ. ആരാ ഫോൺ ഇങ്ങോട്ട് തന്നാ പിന്നെ നമ്മളായി. സാധനങ്ങളൊക്കെ വന്നിട്ട് കലത്തി പറയണത് കൈയിട്ടു സാധനം വന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എത്തി. ഫസ്റ്റ് സന്തോഷം. ഹാപ്പി എല്ലാവർക്കും. മീൻസ് അവിടെ വേറെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കുവാണെങ്കിൽ എന്തൊക്കെയാന്ന് കാണിച്ചിട്ട് ഞാനൊരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് തരാ വേണ്ടല്ലേ? അതെ കഴിച്ചപ്പോ അധികം ടൈമൊന്നും കൊടുത്തില്ല, ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. ആണല്ലേ? തീർന്നു കഴിച്ചാൽ അവിടെയൊക്കെ തീർന്ന് പാത്രങ്ങളെല്ലാം കാര്യമായി. എന്നാ പിന്നെ ബർഗർ എന്തിനാ പറഞ്ഞ, പൊടി മാത്രം പറഞ്ഞ പോലെ. കുറച്ച് പെപ്സിയും കൂടി ഉണ്ട്, അതും കൂടി എല്ലാം ഫിനിഷ് ചെയ്തിട്ട് എടാ പറ. ജാമിച്ചാണ് ചോദിക്കുന്നുണ്ടല്ലേ? ജാമ്യയുടെ പ്രത്യേകം എന്താ പറയാ, എനിക്കറിയാം. ഇടയ്ക്ക് ചിലത് നമ്മളിപ്പോ പറയും വേണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, ഞാൻ ശരിക്കും ചോദിച്ചാൽ ഇപ്പൊ വേണ്ടെന്നാണ് പറയും, ചോദിച്ചാൽ അവൻ പറയും വേണ്ടെന്നും പറയും. അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പോടാ എനിക്ക്. അതെന്ന് പറഞ്ഞാ അത് എന്ത് ജാമിച്ചെന്നാ എനിക്കൊരു പെപ്സി. അല്ല തന്തൂരി പറഞ്ഞ പാർട്സിൽ കൈ കഴിഞ്ഞിട്ട് എന്തായാലും ഞാനായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. ജാവിച്ചേട്ടൻ GP ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ കൊമ്പാച്ച കേസ് അപ്പം എന്താ? അതെ 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 അതെ. എത്ര പേയ്മെന്റ് എത്ര? ഇതെന്താ അതേ പൊതി? അതെന്തിന്? ആ റാഷിദ് TV കേസ്. അപ്പൊ റാഷിദ് TV വന്നിട്ട് റാഷിദ് TV എന്താ ലൈവ് പരിപാടിയായിട്ട് അവിടെ ഇരിക്കുക. ചേട്ടൻ ശിശു അത് കൈസ് എന്തോന്നറിയാവോ? ഓ ഞാൻ കണ്ടല്ലോ. അപ്പൊ ആ അപ്പൊ ഇക്ക തന്ന 2000 രൂപക്ക് നമുക്ക് വേറെ കഴിക്കാം. നിക്ക് അപ്പൊ ഒരു ഔട്ട്രോ ആയാലോ? ഔട്ട്രോ അല്ല, അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഓർഡർ എടുക്കാം. അതല്ലേ? അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഫോൺ അവിടെ വെച്ചിട്ട് വരുന്ന വാസ്കോ. ഓ ചിക്കന്റെ കാലല്ല, ഇപ്പൊ ഇക്കന്റെ കാല്